ഒരു മനുഷ്യൻ്റെ ആത്മത്തിൻ്റെ, അതായത് ഹൃദയത്തിൻ്റെ അകത്തുള്ള വേദനകൾ പോലും അറിയാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ റിയൽ ലൈഫിൽ പറഞ്ഞു കേട്ടുന്ന സാധനങ്ങൾ നമ്മൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്, അതിൻ്റെ അനുശാസനം, പിന്നെ അതിൻ്റെ ആ തത്വങ്ങൾ, പിന്നെ ആ രാജ്യസ്നേഹം, ഇതൊക്കെ വരുമ്പോൾ നമ്മളിൽ ഒരു പ്രത്യേകതരം എനർജി വരിക. സിനിമയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ യാഥാർത്ഥ്യമായിട്ട് നമ്മളിത് അനുഭവിക്കുമ്പോൾ ഇത് വേറൊരു ടോണാണ്. ഈ യുദ്ധം ക്യാമ്പിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേറൊരു രൂപവും, നമ്മൾ ചെയ്ത ട്രെയിനിങ്ങിൽ നമ്മളൊരു ഭയങ്കര കോൺഫിഡൻസോട് കൂടിയായിരിക്കും ഇറങ്ങുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിനെ പറ്റിയോ തുണിയെ പറ്റിയോ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയോ ഒന്നും ചിന്തയില്ല. അപ്പോൾ കാർഗിൽ ഒരു ടീം വർക്കായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് മൂവ് ആകാൻ പറഞ്ഞു. യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്, ഇതിന് ആൾക്കാരുടെ വിചാരം നമ്മളിപ്പോൾ പട്ടാളാണെങ്കിലും ഇതൊരു കളക്റ്റീവ് ഫോഴ്സാണ്. ഹൈവേ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ ലേ എന്ന് പറയുന്ന സാധനം ഐസൊലേറ്റ് ആവും. അവിടെ ഈ പോസ്റ്റുകളിൽ ചലനങ്ങൾ കണ്ടുപിടിക്കും. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഹെഡ് ക്വാർട്ടറിന് മനസ്സിലാകുകയും അതിനെപ്പറ്റി ഗവൺമെൻറ്റിനോട് അനുമതി ചോദിക്കുകയും പിന്നെ അതൊരു യുദ്ധത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചാബ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ, സാധാരണ ആൾക്കാർ ടൂറിന് പോകുന്ന അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ആളുടെ വസ്തു തന്നെ അപ്പുറം ഉണ്ട് ഇപ്പുറം ഉണ്ട്, അതിൻ്റെ നടുക്കൂടെ ബോർഡർ പോകുന്നു. ഇപ്പോൾ ഗ്ലേസിയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -70 വരെ ചില സമയത്ത് ടെമ്പറേച്ചർ പോകും. നമസ്കാർ റേഞ്ചിൽ പോലെ പോകുമ്പോൾ പോലും നമുക്ക് ഓക്സിജൻ്റെ കുറവുണ്ട്. 18 വയസ്സും 18 ദിവസവും കഴിഞ്ഞ് പോയതാണ്. എന്നിട്ട് ഒരാൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സഫോക്കേഷൻ ഉണ്ടാവും. പ്രായമുള്ള മനുഷ്യനാണെങ്കിൽ ഒരു നല്ല വേദനയൊക്കെ വന്ന് നമ്മുടെ ചങ്കൊക്കെ പൊട്ടിപ്പോണ പോലെ തോന്നും. ജനങ്ങളുമായിട്ട് സംവാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മീഡിയ എന്ന് പറയുന്നത് സിനിമ തന്നെയാണെന്ന് എനിക്ക് തോന്നി. സൈനു ജാവ്കർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന് ഈ അവതരണശേഷി ഭയങ്കരമാണ്. നമുക്ക് ആക്ടിങ് കുറച്ചേ അറിയാവുള്ളൂ. പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആദ്യമേ തന്നെ ഞാൻ സൈനു ജാവ്കറുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊരു ഒരുപാട് മെസ്സേജുകൾ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് പോകുന്ന സാധനമാണ്. ഒരുപാട് പേരുടെ അധ്വാനത്തിന് ശേഷമാണ് സിനിമാ ഫീൽഡ് ഇത്രയും വലുതായത്. ഞാൻ കാണുമ്പോൾ പല കുട്ടികളും യുവാക്കളും സ്കിൽഡാണ്, പക്ഷെ അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ കലാകാരൻ ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഈക്വൽ ആയിരിക്കും. ഹായ്, നമസ്കാരം. സച്ചിനാണ്. വെൽക്കം ടു ജെസ്സി സ്റ്റുഡിയോ, സ്റ്റോറി ബിഹൈൻഡ് യു. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്, ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. പക്ഷെ ഇന്നത്തെ ഗസ്റ്റ് വെച്ചാൽ ചീഫ് ഗസ്റ്റാണെന്ന്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, സിനിമാ മേഖലയിലുള്ള പല ആളുകളെയുമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാജ്യത്തിൻ്റെ കാവൽക്കാരനെയാണ് ഞാനിന്ന് കൊണ്ടുവന്നേക്കുന്നത്. ക്യാപ്റ്റനാണ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും കുറേ സ്പെഷ്യാലിറ്റികളുണ്ട് പുള്ളിക്ക്. എല്ലാം നമ്മൾ പുള്ളിയിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. വെൽക്കം ക്യാപ്റ്റൻ സാർ. താങ്ക് യു. സച്ചിനാണ്. സാറ് എത്രാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ സൈനിക മേഖലയിലേക്ക് കടന്നത്? 18 വയസ്സും 18 ദിവസവും. അത് യാദൃച്ഛികമായി വന്നതാണ്. 18 വയസ്സും 18 ദിവസവും അത് അങ്ങനെ വന്നതാണ്. അത് ജോയിൻ ചെയ്ത ദിവസം വന്നപ്പോൾ 18 ദിവസമായി. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ 18 വയസ്സ് പോയി. ഏത് വർഷമായിരുന്നു? 89 ജനുവരി 16-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. എത്ര വർഷം ഉണ്ടായിരുന്നു? 34 വർഷത്തിന് 13 ദിവസം കുറവുണ്ടായിരുന്നു. അപ്പോൾ 34 വർഷം ഏകദേശം ചെയ്തു. എന്നിട്ട് റിട്ടയർമെൻറ്റ് ലൈഫായിരുന്നു, അല്ലെങ്കിൽ VRS എടുത്തിട്ട്? അല്ലല്ല, കംപ്ലീറ്റ് സർവീസ് കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അല്ല, ഇനിയും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ചെയ്തു തന്നെ, അത് കുഴപ്പമില്ല. വിടാൻ താല്പര്യമില്ലായിരുന്നു. ഓക്കെ. എന്തായിരുന്നു അനുഭവങ്ങൾ സൈന്യത്തിൽ? ഏതെങ്കിലും യുദ്ധം? എൻറ്റയർലി അല്ല, നമ്മൾ സിവിൽ ലൈഫുമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുള്ള ഒരു ആചാരങ്ങളാണ് സൈന്യത്തിലുള്ളത്. സൈന്യത്തിൽ നമ്മൾ പക്വത വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശിക്ഷണമാണ്, ട്രെയിനിങ്ങാണ്. അപ്പോൾ ആ ട്രെയിനിങ്ങിലൂടെ നമ്മൾ നല്ലൊരു വെൽ ഡിസിപ്ലിൻഡ്, പിന്നെ ഒരു കറേജിയസ് ആയിട്ട്, അതായത് നല്ല ആത്മധൈര്യം, കോൺഫിഡൻസ്, മറ്റുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ ഡെവലപ്പാക്കുക. പിന്നെ സൈന്യത്തിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് കിട്ടണം. ഡീപ്പ് ലെവൽ എക്സ്പീരിയൻസ്. അതായത് ഒരു മനുഷ്യൻ്റെ ആത്മത്തിൻ്റെ, അതായത് ഹൃദയത്തിൻ്റെ അകത്തുള്ള വേദനകൾ പോലും അറിയാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ പല സാക്രിഫൈസുകളുണ്ട്. നമ്മൾ റിയൽ ലൈഫിൽ പറഞ്ഞു കേട്ടുന്ന സാധനങ്ങൾ നമ്മൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിഭയങ്കരമായ ഒരു അഡ്വഞ്ചറായിട്ട് ഓപ്പണായിട്ടൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മളിതിൽ എനർജി ഉണ്ടെങ്കിൽ, നമ്മളൊരു സാഹസികനാണെങ്കിൽ നമുക്കത് മുഴുവൻ അനുഭവിക്കാനുള്ള ഒരു യോഗവും അവിടെയുണ്ട്. പിന്നെ ടോളറൻസ് പവർ, കോൺഫിഡൻസ്, ഇതൊക്കെ ഇതിൻ്റെ നട്ടെല്ലുമാണ്. ഈ മൂല്യങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ സൈന്യസേവനം ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ അതങ്ങനെ എടുത്തു പോയതുകൊണ്ട് എനിക്ക് ഈ 34 വർഷം വലിയ ഇതായിട്ട് തോന്നിയില്ല. അതേസമയം നമ്മൾ അതിനെ ആ എടുക്കുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ഗുണം. നമ്മളെപ്പോഴും യങ്ങസ്റ്റായിട്ട് നമുക്ക് ഇനിയും ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം അതിനകത്ത് ഉണ്ടാകാനുള്ള കാരണം അതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ട്രെയിനിങ്, അതിൻ്റെ അനുശാസനം, പിന്നെ അതിൻ്റെ ആ തത്വങ്ങൾ, പിന്നെ ആ രാജ്യസ്നേഹം,
ഇതൊക്കെ വരുമ്പോൾ നമ്മളിൽ ഒരു പ്രത്യേകതരം എനർജി വരിക. ഏതെങ്കിലും ബോർഡറുകൾ വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മിക്കവാറും ബോർഡറുകൾ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റ്, പിന്നെ ഇത് കൂടാതെ യുണൈറ്റഡ് നേഷൻ്റെ കൂടെ വർക്ക് ചെയ്തു. യുണൈറ്റഡ് നേഷൻ്റെ പീസ് കീപ്പിംഗ് ആർമിയിൽ, പിന്നെ ഒരു യുദ്ധം, പ്യുവർ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ കാർഗിൽ OP വിജയിൽ. കാർഗിലിൽ സാറ്? ഞാനുണ്ടായിരുന്നു. ഞാൻ ഈ കാർഗിൽ ടൈഗർ ഹില്ല് പിടിക്കുമ്പോൾ അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ താഴെ മോസ്കോ വാലി എന്ന് പറഞ്ഞ ഒരു ഹില്ലുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു ഞാനിരുന്നത് ആ സമയത്ത്. ജൂലൈ 3 1999 ആണ് കാർഗിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് 3 ബറ്റാലിയൻ കയറുന്നതും. ആ ഒരു ബറ്റാലിയനിൽ ആ ബറ്റാലിയനെ സപ്പോർട്ടിംഗ് ആയിട്ടായിരുന്നു നമ്മൾ നിന്നത്. ഓ, അത് ശരിയാ. അതൊരു അനുഭവമായിരുന്നില്ലേ? അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയുള്ള അനുഭവങ്ങളിൽ ഒന്നാണിത്. കാർഗിൽ തന്നെ. കാർഗിൽ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ജസ്റ്റ് എനിക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഞാൻ ഈ സൈനികരായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ നായർ സാബാണ്. അയാളുടെ മമ്മൂക്ക സിനിമ കണ്ടിട്ടാണ് സൈനിക അറിയുന്നത്. അപ്പോൾ സിനിമയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ യാഥാർത്ഥ്യമായിട്ട് നമ്മളിത് അനുഭവിക്കുമ്പോൾ ഇത് വേറൊരു ടോണാണത്. ഇപ്പോൾ ഞങ്ങളുടെ സിനിമ രഘുറാം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ സൈനുക്ക ഇങ്ങനെ, അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ടോണാണത്. ഈ യുദ്ധം ആ ഫീൽഡിലേക്ക്, ക്യാമ്പിൽ നിന്ന് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേറൊരു രൂപവും, നമ്മൾ ചെയ്ത ട്രെയിനിങ്ങിന് നമ്മളൊരു ഭയങ്കര കോൺഫിഡൻസോട് കൂടിയായിരിക്കും ഇറങ്ങുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിനെ പറ്റിയോ തുണിയെ പറ്റിയോ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയോ ഒന്നും ചിന്തയില്ല. എൻ്റെ ലക്ഷ്യം എന്താണോ അതിൽ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ട്രൂപ്സിനെ അതേ രീതിയിൽ അലൈൻ ചെയ്ത് വേണം പോകാൻ. അവർക്ക് അത്രത്തോളം അലൈൻമെൻറ്റും ഉണ്ട്. അത് ആ ട്രെയിനിങ്ങിൻ്റെ ഒരു ഗുണമാണ്, കമാൻഡ് ആൻഡ് കൺട്രോൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് നമ്മൾ കാർഗിലിലേക്ക് പോകുമ്പോൾ, കാർഗിൽ ഒരു ടീം വർക്കായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് മൂവ് ആകാൻ പറഞ്ഞു. മൂവായി. ഞാൻ ശ്രീനഗറിലായിരുന്നു പോസ്റ്റഡ്. അവിടുന്ന് എന്നോട് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു ഡിവിഷൻ എന്ന് പറയും, പട്ടാളത്തിൻ്റെ ഓരോ രീതികളുണ്ട്. അപ്പോൾ ആ ഡിവിഷനോടൊപ്പം പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെന്നു. അവിടെ ചെന്ന് എനിക്ക് ആപ്പാടെ കിട്ടിയ ഒരു മലയാളി എന്ന് പറയുന്നത് നമ്മുടെ അന്ന് മേജറായിരുന്ന ഒരു രവീന്ദ്രനാഥ് സാറായിരുന്നു, തൃശ്ശൂർകാരനായിരുന്നു. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിനായിരുന്നു എൻ്റെ കമാൻഡറായിട്ട് വന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം കാർഗിലുള്ള ഒരു കമ്പനി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതിന്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻചാർജ്, ടെലികമ്മ്യൂണിക്കേഷൻ വിങ് ആയിരുന്നു, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടുന്ന് പിന്നെയുള്ള ഓരോ മൂവ്മെൻറ്റും എല്ലാം ഓരോ സമയം പറയും, ഇന്ന സ്ഥലത്തേക്ക് പോവുക, ഇന്ന സ്ഥലത്ത് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ എന്താണ് ടാസ്ക് അത് അവരെ അറിയിക്കുക. ബാക്കിയുള്ള ഒരു ഇതൊന്നുമല്ല, അത് മേളിലുള്ള വാർ ഓഫീസർ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് പറയും ഇന്ന ലൊക്കേഷൻ തരും, ആ ലൊക്കേഷനിൽ എത്തുക. അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ടാവും. ഡയറക്റ്റ് യുദ്ധങ്ങളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണല്ലോ യുദ്ധമാണല്ലോ. ഈ ഗണ്ണും കാര്യങ്ങളൊക്കെ ഈ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്, ഇതിന് ആൾക്കാരുടെ വിചാരം നമ്മളിപ്പോൾ പട്ടാളമാണെങ്കിലും ഇതൊരു കളക്റ്റീവ് ഫോഴ്സാണ്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത്, അതായത് വാർഫീൽഡിൽ ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫ്രണ്ട് ലൈനിൽ പോകുന്നവർ കാലാൾപ്പടയാണെങ്കിലും, മലയാളം പറയട്ടോ, കാലാൾപ്പടയാണെങ്കിലും പീരങ്കിപ്പടയാണെങ്കിലും അതല്ലെങ്കിൽ മിസൈലിൻ്റെ ഇതാണെങ്കിലും, ഇപ്പോൾ പല പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. കാലാൾപ്പട അവരുമായിട്ടുള്ള, പണ്ട് നമ്മളെ പടങ്ങളിലൊക്കെ കണ്ടിരുന്ന പോലെ തന്നെ അവരുമായിട്ട് തന്നെ യുദ്ധം ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ആ ഇത് മാറ്റം മാറിയത് കൊണ്ട് കാലാൾപ്പടയുടെ പൊക്കത്തിൽ എയർ അറ്റാക്ക് ഉണ്ടാകാം, പീരങ്കി അറ്റാക്ക് ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അപ്പോൾ അവരെ സെക്ഷനായിട്ട് മൂവ് ചെയ്യാം, ഓരോ ഗ്രൂപ്പായിട്ട്, ഗൊറില്ല ടൈപ്പ് കൊണ്ട്. അപ്പോൾ അവർക്കൊരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ മൂവ് എത്തുക. അപ്പോൾ മൂവ് ആകുമ്പോൾ ആ ഏരിയ നമുക്ക് ക്യാപ്ചർ ആയില്ല. ഇതിന് സപ്പോർട്ടാണ് ബാക്കിയുള്ളവർ ചെയ്യുക. അപ്പോൾ ഈ കാലാൽ സൈന്യം അവിടെ ചെല്ലണം. അപ്പോൾ ഇതേപോലെ കാർഗിലിനെ സംബന്ധിച്ച് വരുമ്പോൾ, ഈ കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാർ വാലി എന്ന് പറഞ്ഞ ഒരു മലനിരയുടെ ആണ് ഈ കാർഗിൽ നിൽക്കുന്നത്. ഈ മലനിരയ്ക്കുള്ള ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് ഭയങ്കര റഗ്ഗിയാണ്. അതായത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ കാർഗിലിൻ്റെ എന്താണ് ഇമ്പോർട്ടൻറ്റ്, ടൈഗർ ഹില്ലിന് എന്താ ഇമ്പോർട്ടൻറ്റ്? ടൈഗർ ഹിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ വണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇത് ദ്രാസിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരൊറ്റ മാർഗ്ഗം എന്നുണ്ട്, അതേ ഉള്ളൂ. അതല്ലെങ്കിൽ എയർ ഡ്രോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നടുക്ക് കാർഗിൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഈ ടൈഗർ ഹിൽ എന്ന് പറഞ്ഞ ഹില്ല്, അതിന് 530 എന്തോ പീക്ക് പോയിൻ്റ്, അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല, സോറി. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈവേയുടെ നല്ലൊരു 3D വിഷനാണ്. അപ്പോൾ അവിടെ ആര് കയറി ഇരുന്നാലും ഈ ഹൈവേ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈവേ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ ലേ എന്ന് പറയുന്ന സാധനം ഐസൊലേറ്റ് ആവും. അത് മറ്റിൽ നിന്ന് മാറ്റാമല്ലോ. ശ്രീനഗറും ഇതുമായിട്ട് ഒരൊറ്റ കണക്ഷനേ ഉള്ളൂ. അപ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി അവരതിന് ഭയങ്കര പ്രാധാന്യം കൊടുത്ത് പിടിച്ചു. അപ്പോൾ അത് പിടിച്ചെടുക്കുക എന്നുള്ളത് സൈന്യത്തെ സംബന്ധിച്ചൊരു ടാസ്ക്കായിരുന്നു. എപ്പോഴും ഉയർത്തിയിരിക്കുന്ന ഒരാൾ
താഴെ ഇരിക്കുന്നവർക്ക് 10 പേർക്ക് തുല്യമെന്നാണ് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നല്ല വിസിറ്റ് കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ മരങ്ങളൊന്നുമില്ലല്ലോ, കംപ്ലീറ്റ് ഓപ്പൺ അല്ലേ. ടോപ്പിലാണെങ്കിൽ ഭയങ്കര ഐസുമായിരിക്കും, കൊല്ലങ്ങളായിട്ട് ഉറയാത്ത ഐസുകളായിരിക്കും. ചില ഐസുകൾ നീല കളറായ ഐസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 വർഷത്തിന് മേളിൽ പഴകിയ ഐസായിരിക്കും, ഒരിക്കലും ഉരുക്കാത്ത. അപ്പോൾ അതൊക്കെയുള്ള ഇതുണ്ടാവും. അപ്പോൾ അവിടെ നമ്മളത് ക്യാപ്ചർ ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര സ്ട്രഗിളാണ്, ഒരു ടാർഗറ്റാണ്. അതെങ്ങനെ നമ്മൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ടാസ്ക് കൊടുക്കുമ്പോൾ അവരുടെ പണി. അപ്പോൾ അവരുടെ കമാൻഡർ അതിന് വേണ്ടിയിട്ടുള്ള യുദ്ധരീതികളൊക്കെ പ്ലാൻ ചെയ്ത് സമർത്ഥരായ, അതിൽ പുള്ളിയുടെ ഏറ്റവും സമർത്ഥരായ സൈനികമായിരിക്കും കൂടെ ഉള്ളത് ഇതുപോലെ കാര്യങ്ങൾക്ക് പോകുന്നത്. അതിൽ സമർത്ഥരായ ആൾക്കാരെ കൊണ്ട് ഈ ടാസ്ക് ഫോഴ്സ് ചെയ്യും. അപ്പോൾ കാർഗിലിൻ്റെ രാത്രിയിൽ ജൂലൈ 3-നാണെന്ന് തോന്നുന്നു, രാത്രിയിൽ ഇതിനെ പൊക്കത്തിൽ കയറാതെ നമുക്ക് അവരെ പിടിക്കാൻ പറ്റിയില്ലെന്നുള്ളൊരു രീതി വന്നപ്പം സ്റ്റീപ്പ്, അതായത് ഏകദേശം 90 ഡിഗ്രി 80-90 ഡിഗ്രി എങ്ങനെ അത്രയും പൊക്കത്തിൽ വന്നു ആര് അവർക്ക് അവിടുന്ന്. അതായത് നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട്, പണ്ട് പാകിസ്ഥാനും ഇന്ത്യയായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് നല്ല മഞ്ഞ് വീഴുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും നമ്മുടെ സൈന്യത്തിന് അതിർത്തിയിൽ നിന്ന് മാറി നിൽക്കുകയും വീണ്ടും മഞ്ഞുരുകുമ്പോൾ നമ്മൾ രണ്ടുപേരും പരസ്പരം വന്ന് അതാത് പോസ്റ്റുകളിൽ ഇരിക്കുക. ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു അന്ന് പഴയ കാലത്ത്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ആ എഗ്രിമെൻ്റ് അനുസരിച്ച് നമ്മൾ രണ്ടുപേരും ഓരോ സീസൺ കഴിഞ്ഞ് മഞ്ഞ് വീഴുന്ന സമയമായപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ശേഷം ഇവരെന്ത് ചെയ്തു, വീണ്ടും തിരിച്ചവിടെ പോകും. നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പിൽ വന്നു. അത് ആസ് പെർ നമ്മൾ ആ റൂൾസ് ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ റെക്കിയുണ്ട് ഇടയ്ക്ക്. അപ്പം നോക്കുമ്പോൾ അവിടെ ഈ പോസ്റ്റുകളിൽ ചലനങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോഴാണ് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഹെഡ് ക്വാർട്ടറിന് മനസ്സിലാകുകയും അതിനെപ്പറ്റി ഗവൺമെൻറ്റിനോട് അനുമതി ചോദിക്കുകയും പിന്നെ അതൊരു യുദ്ധത്തിലേക്ക് പോകുന്നത്. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഡീലിംഗ് ആണ്, നമുക്കത് എക്സ്പ്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെയാണല്ലോ, നാഷണൽ കാര്യങ്ങൾ. അപ്പോൾ അതിൽ വന്നു കഴിയുമ്പോഴാണ് ഇവരെ പിടിച്ചിറക്കിയപ്പോഴുള്ളത്. അപ്പോൾ ഇതിനകത്ത് സൈന്യത്തിനെ കൂടാതെ അവിടുത്തെ കുറച്ച് ഈ ടെററിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരെ കുറച്ച് പേരെ അതിനകത്ത് കിട്ടും. പർപ്പസ്ഫുള്ളി ചെയ്യണം തന്നെയല്ല. അത് സ്വാഭാവികമായിട്ടും ഒരാൾ ഒരിക്കലും കൂടി വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരുടെ പുറകിൽ ഒരാളുള്ളപ്പോഴാണ് കൂടുതൽ ശക്തനാകുന്നത്. എന്ത് കാര്യത്തിനും അതിന് പുറകിൽ അതിന് വേണ്ട ശക്തവും നല്ലൊരു തലയും തലച്ചോറും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല ഒരാൾക്ക്, ഇല്ലേ? അപ്പോൾ അത് തന്നെ ഇന്നിപ്പോൾ നമ്മൾ പാർലമെൻറ്റ് ആക്രമിച്ച വർഷമാണല്ലോ, ആ ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മളതാക്കിയ പാർലമെൻറ്റ്, ഒരു രാഷ്ട്രത്തിൻ്റെ പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ്. തീർച്ചയായിട്ടും. അതൊരു ഇൻഡിവിജ്വലിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സംഘടനയെ കൊണ്ടോ ഒരിക്കലും നടക്കുന്നതല്ല. ആണോ? നടക്കും? അത് ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ തിങ്കിങ് പോകുമ്പോൾ അതിൻ്റെ ചിന്തകളും, ഞാനിപ്പോൾ ക്യാപ്റ്റൻ ഇപ്പം എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ മൈൻഡ് പോകുന്നത്, നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ സ്ഥലപ്പേര് പറഞ്ഞാൽ പാൽഗാവ് എന്താണ് സ്ഥലം ഇപ്പോൾ നടന്നത്, ഒരു ടൂറിസ്റ്റ്. അവിടെ എങ്ങനെ ഇവരെത്തിപ്പെട്ടെന്നും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്ത് ഇന്ത്യൻ സൈനികരായിട്ട് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിശ്വസനീയമല്ല. അത് ചോറല്ലേ നമ്മൾ തിന്നണത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ. നമുക്കും അറിയാമല്ലോ കുറച്ച്. നമുക്കിപ്പോൾ അതൊക്കെ ആലോചിക്കാനായിട്ടൊരു കൊച്ചു കുഞ്ഞിനെ വരെ ആലോചിക്കുന്ന കാര്യമുള്ളൂ. പിന്നെ നമുക്ക് വോയിസ് ഇല്ല. സാറ് പറയുന്ന പോലെ നാഷണൽ ലെവൽ കാര്യങ്ങളാണ്, നമ്മളതൊരു വിവാദമാക്കാനൊന്നുമല്ല സംസാരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ സാറിനത് പറയാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്, അല്ലേ? ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പച്ചവെള്ളം പോലെ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ നമുക്കത് പുറത്ത് പറയാനൊക്കത്തില്ല. അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ നാഷണൽ താല്പര്യങ്ങൾ ഏത് കാര്യമാണെങ്കിലും ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല. നമ്മൾ പിന്നെ വിസിൽ ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലേക്ക് പറ്റത്തില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ഇപ്പോൾ ഫെൽഗാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടൊരു അതിർത്തി നമ്മൾ വരച്ചിട്ടില്ലല്ലോ. ഈ ടേബിളിലുള്ള അതിർത്തി, അതായത് മേശപ്പുറത്തിരിക്കുന്ന അതിർത്തിയെയും, അതായത് ഇപ്പോൾ ചേട്ടൻ വസ്തു വാങ്ങിച്ചു, അതിന് അതിർത്തി ഇടണമെങ്കിൽ വെളിയിൽ പോയി പത്തലോ വേലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? ആ സാധനം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പഞ്ചാബ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ ടൂറിന് പോകുന്ന അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ആളുടെ വസ്തു തന്നെ അപ്പുറം ഉണ്ട് ഇപ്പുറം ഉണ്ട്, അതിൻ്റെ നടുക്കൂടെ ബോർഡർ പോകുന്നു. മനസ്സിലായി. അപ്പോൾ അതേപോലെ സെയിം ലഡാക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്കിൽ 4 ഹിൽ ഏരിയകളാണ് കവർ ചെയ്യുന്നത്. 4 ക്യാരക്ടറിസ്റ്റിക്ക. ഏത്? ആറക്കോണം, സൻസ്കാർ, പിന്നെ ഹിമാലയൻ, ഗ്രേറ്റ് ഹിമാലയൻസ്,
സൻസാർ, ലഡാക്ക് ഹിൽസ്. അപ്പോൾ ഈ 4 ഹിൽസിന് 4 ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഇതിനിടയിൽ കൂടെ പോകുന്ന അതിർത്തി അപ്പുറവും ഇപ്പുറവും നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ നാച്ചുറലി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പല സ്ഥലമുണ്ട്. ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഇപ്പോൾ ഗ്ലേസിയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -70 വരെ ചില സമയത്ത് ടെമ്പറേച്ചർ പോകും. അപ്പോൾ നമ്മുടെ ജവാൻ അവിടെ 45-50, ഞാൻ 40 ഡിഗ്രി വരെ -40 വരെ നിന്ന ആളാണ്. അപ്പോൾ 40 ഡിഗ്രി ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ ഈ ഏരിയകളിലൊക്കെ ഈ ആറക്കോറം റേഞ്ചിനേക്കാളും സംസ്കാർ റേഞ്ചിൽ പോലെ പോകുമ്പോൾ പോലും നമുക്ക് ഓക്സിജൻ്റെ കുറവുണ്ട്. ആദ്യമായിട്ട് ഒരാൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സഫോക്കേഷൻ ഉണ്ടാവും. ചെല്ലുമ്പോഴേ നമ്മൾ പറയും നമുക്കൊരു 7 ദിവസത്തെ ക്ലൈമറ്റേഷൻ നടത്തും. ആ ക്ലൈമറ്റേഷൻ എന്താണെന്ന് ഞാനൊരു ചെറിയ സമയം ഉണ്ടെങ്കിൽ പറയുന്നത് കുഴപ്പമില്ല. അതായത് ഒരു ജവാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ലേയിൽ ചെല്ലുക എന്ന് വെച്ചു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ ആദ്യമേ ചെന്ന് പയ്യ എയറാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല തണുപ്പ്, നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ആവേശം വരും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ നമ്മൾ അവനെ ക്യാമ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് പ്രത്യേക റൂമുകളുണ്ടാവും. അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പതുക്കെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങും. റിയാക്ട് ചെയ്യാൻ കാരണം എന്താ? ഇവിടെ കിട്ടുന്ന അത്ര ഓക്സിജൻ അവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ അകത്തെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ഓക്സിജൻ കിട്ടാതെ ലഭ്യത വരുമ്പോൾ ശരീരം, ഓരോരുത്തരുടെ ബോഡി അതനുസരിച്ച് പ്രവർത്തിക്കും. അതാണ് കിടക്കാൻ പറയുന്നത്. പിറ്റേ ദിവസം നല്ല ഒരു പ്രായമുള്ള മനുഷ്യനാണെങ്കിൽ ഒരു നല്ല വേദനയൊക്കെ വന്ന് നമ്മുടെ ചങ്കൊക്കെ പൊട്ടിപ്പോണ പോലെ തോന്നും. അത് ഏകദേശം ഒരു 72 മണിക്കൂറോളം എടുക്കും ഈ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ശാന്തമായിട്ട് അവിടെ കിടക്കും. രാവിലെ വൈകുന്നേരം മെഡിക്കൽ അസിസ്റ്റൻസ്, പിന്നെ BP നോക്കണം. ഇതൊക്കെ ഒരു ജവാൻ്റെ ഇതൊക്കെ ജവാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ച് വരുന്നതാണ്. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് യാതനകളും ഉണ്ട്. അതിനുശേഷം അവനോട് കുറച്ച് നടക്കാൻ പറയും. പിന്നെ നടന്ന് ആ ക്ലൈമറ്റേഷനിലേക്ക് അദ്ദേഹം ട്രാൻസ്ഫോം ആവുക. അതിനുശേഷം അവൻ 5 മീറ്റർ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ 50 മീറ്റർ, പിന്നെ പതുക്കെ ഓടി തുടങ്ങും. അത് ആ സഫിഷ്യൻ അവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ ആയിപ്പോവും. ഇതിനകത്തുനിന്ന് വീണ്ടും നമ്മൾ ഈ -40 അല്ലെങ്കിൽ അതുപോലത്തെ -40 ആണെന്ന് പറയുന്നത്. അതൊന്ന് വെറുതെ പറയുന്ന പോലെയല്ല. ഒരു ഡിഗ്രി, നമ്മൾ 2 ഡിഗ്രിയുള്ള ഐസ് കട്ട ഉണ്ടല്ലോ, അതെടുത്ത് കൈ വയ്ക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഇതാണ്. അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ട് വരും. അവിടെ ഭയങ്കരമായ കാറ്റ് വരും, തണുത്ത കാറ്റ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില പോസ്റ്റുകളുണ്ട് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്, 3 ദിവസത്തിൽ കൂടുതൽ അവിടെ ആളെ ഇരുത്തത്തില്ല. ഉടനെ തന്നെ അവനെ ഡൗൺ ചെയ്ത് വേറെ ആളെ കയറ്റും. പക്ഷേ എന്നിട്ടും ത്യാഗം ചെയ്ത് അവിടെ നിൽക്കുന്നത് എന്തിനാണ്? ഇതേപോലെ ഇൻട്രൊഡ്യൂസർ, ഇപ്പോൾ ഈ പറഞ്ഞ സാധനം ഇല്ലേ, ആരെങ്കിലും അതുവഴി ആ സമയത്ത് കയറി വന്നാൽ അവിടുത്തെ അവനത് സ്യൂട്ടബിളാണ്. എന്ന് വെച്ചാൽ അവൻ കുറച്ച് ദിവസത്തെ അധ്വാനത്തിന് ശേഷം അവനൊരു ദിവസം, നമുക്കിവിടെ 10 കിലോമീറ്റർ നടക്കാൻ പറ്റുമെങ്കിൽ അവന് ചിലപ്പോൾ ഒരു ദിവസം 1 കിലോമീറ്റർ നടക്കാനൊക്കെ ഉള്ളൂ. പക്ഷേ അവൻ പതുക്കെ നമ്മളോട് അപ്രോച്ച് ചെയ്യാം. മനസ്സിലായി. അവന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളിൽ വരും. അവൻ സാധാരണ ഒരു കൊള്ളയടിക്കാൻ വന്നവനാണെങ്കിലും നമുക്ക് ഉപദ്രവം ഉണ്ടാകും. പിന്നെ അത് രാജ്യാന്തരമായിട്ട് മാറും, ഇല്ലേ? അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ ഇവിടുത്തെ ഒരു പേഴ്സ് അടിച്ചോട്ട് പോയാലും അതല്ലേ പറയുള്ളൂ. അപ്പോൾ രാജ്യാന്തരമായി. അപ്പോൾ ഈ ബോർഡർ ഡിസ്പ്യൂട്ട്, ബോർഡറിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുന്ന, പക്ഷേ അത് ചില സ്ഥലത്ത് സ്വാഭാവികമല്ല, ചെയ്യാനൊക്കത്തില്ല. എന്ത് ചെയ്യാനൊക്കും? ഇപ്പോൾ സാധാരണ കമ്പികൾ വലിച്ച് കെട്ടുകയാണ്. ഈ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ തന്നെ പൊട്ടിപ്പോയല്ലേ. അത് തന്നെ, അതൊക്കെ നമ്മൾ ആലോചിക്കണമല്ലോ. അപ്പോൾ അകത്ത് വരിക എന്നുള്ളത്, പിന്നെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അകത്ത് വരാമല്ലോ. ഇതേപോലുള്ള സ്ഥലത്ത് കൂടെ കയറി വന്നാൽ മതിയല്ലോ. പിന്നെ പല നമ്മുടെ ഇൻഡസ് നദികൾ, നമ്മുടെ 2 നദികളാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ വരാം. പുല്ല് മേയ്ക്കുന്ന അവിടെ ഈ ആടുകളെ നയിക്കുന്ന ആൾക്കാർ, യാക്കൊക്കെ ഉണ്ട്. യാക്കെന്ന് കേട്ട് കാണുമല്ലോ. അപ്പോൾ അതൊക്കെ വളർത്തുന്നവരെയും അതിനെ കൊണ്ടുവരുന്ന അവരുമായിട്ടൊക്കെ വരാം. എങ്ങനെ വേണമെങ്കിലും അകത്ത് കയറാം. അത് പോസിബിളാണ്. പോസിബിൾ ആകുമ്പോൾ പിന്നെ നമ്മുടെ അവിടെ പ്രസൻസ് ഇല്ല എന്നുള്ളത്, ഇവര് പ്രസൻസ് ഇല്ലാത്ത സ്ഥലത്തായിരിക്കുമല്ലോ എപ്പോഴും അറ്റാമിക്കാനുള്ള ആൾക്കാർ വരുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അത് വന്നിരിക്കും. പിന്നെ അവർ 26 പേരെ എന്തുകൊണ്ട് മാത്രം 26 കൊന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് കണക്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് ഇവരൊരു ട്രെയിൻ പിടിച്ച കഥ അറിയാം. ബലൂചിസ്ഥാനിൽ ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ ആർമിയിൽ ഒരുപാട് ജവാൻ അതിനകത്തുണ്ടാകും. ബലൂചിസ്ഥാൻ ആർമി, ലിബറേഷൻ ആർമി അവരെ പിടിക്കുകയും, പക്ഷേ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, ഞാനൊരു പേപ്പറിൽ വായിച്ചതാണ്, ഒഫീഷ്യൽ വെബ് പേജിൽ 26 സോൾജർ കൊല്ലപ്പെട്ടു എന്നാണ് അവരുടെ അന്ന് പാകിസ്ഥാൻ ആർമിയുടെ ഒഫീഷ്യൽ ലെറ്റർ വന്നത്. അപ്പോൾ ആ 26 കണക്ട് ചെയ്താൽ എന്തോ ഒരു സംതിങ് ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പിന്നെ അതൊക്കെ നാഷണൽ ലെവൽ കാര്യങ്ങളാണ്. അതിനുവേണ്ടി പറയാൻ വലിയ ആൾക്കാരും ഉണ്ടല്ലോ. പിന്നെ ഈ മഹത്തായ 2 കൈകൾ കൊണ്ടിട്ട് ആരെങ്കിലും വെടിവെക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വെടിവെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും വെടിവെക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, അത് വേറെ ഓരോർക്ക് ഓരോ പോസ്റ്റുകളാണ്. അപ്പോൾ അത് സാധാരണ ഇതേ ഉള്ളൂ.
പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു മെയിനായിട്ട്. മനസ്സിലായി. അപ്പോൾ അതിനകത്ത് പല സമയത്തും എൻ്റെ ആൻറ്റനയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. പോയ ആൻറ്റന ആ സമയത്ത് ഇത്രയും തണുപ്പത്ത് ചാടിക്കയറി അത് വീണ്ടും വിത്തിൻ 5 മിനിറ്റിൽ 6 മിനിറ്റിലൊക്കെ കമ്മ്യൂണിക്കേഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര വർക്കുകളൊക്കെ എന്നാൽ ഒരുപാട് നടക്കും. പിന്നെ ഇവിടെ ഒന്നും എസ്റ്റാബ്ലിഷ് അല്ലല്ലോ, എന്തെങ്കിലും ആരും ഇല്ലല്ലോ. സത്യം. ആരും ഇല്ലാത്ത സ്ഥലത്ത് ആരും കാണാതെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആരും കാണാതെ ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായ ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. രസകരമായിരിക്കും, ത്രില്ലാണ്, ഭയങ്കര ആവേശമാണ്. പിന്നെ പരിചയം അതിനും വേണ്ട ഉണ്ടല്ലോ, ഇതുപോലെ ഒരു സ്ഥലങ്ങളെ എങ്ങനെ നേരിടണമെന്നും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സൈനികര് ജീവനോടെ പിടിക്കുന്ന ടെററിസ്റ്റുകളുണ്ട്, അവരോട് നേരിട്ട് സംവാദിക്കാനുള്ള എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പിന്നെ അതൊക്കെ ഉണ്ടാവുമല്ലോ. അത് പ്രസൺ ഓഫ് വാർ എന്ന് പറയും. അതായത് ഇപ്പോൾ യുദ്ധത്തിൽ പിടിക്കുന്നവരെ പ്രസൺ ഓഫ് വാർ എന്ന് പറയും, POW എന്ന് പറയും. പിന്നെ ഉഗ്രവാദികളായിട്ട് പിടിക്കുന്നവരെ സാധാരണ ഇപ്പോഴത്തെ രീതിയിൽ മിക്കവാറും ഷൂട്ട് തന്നെ ആയിരിക്കും മിക്കവാറും. അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്നാ വെച്ചാൽ അവർ കീഴടങ്ങാൻ തയ്യാറാകത്തില്ല. അവരെപ്പോഴും മിക്കവാറും ഈ നമ്മുടെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ബോംബ് പൊട്ടണ പോലെ അവരെപ്പോഴും ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരും. അപ്പോൾ അത് മിക്കവാറും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് പേര് ഇപ്പോൾ കശാബോ അന്ന് പിടിച്ച് അവരെ പോലെയുള്ള ആൾക്കാരെയൊക്കെ പിടിക്കപ്പെടുന്നുള്ളൂ പൊതുവെ. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവർ ട്രെയിനിങ് കൊടുത്തല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ക്യാപ്റ്റൻ, ഞാൻ ആലോചിക്കുന്നത് അവർ അത്രത്തോളം വിഷം കുത്തി വെച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഇവിടെ ഈ മലയാറ്റൂർ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം ഒരു 19 വയസ്സുള്ള കുട്ടിയെ ഒരു 21 വയസ്സുകാരൻ കല്ലിന് തലക്കടിച്ചു കൊന്നു. പ്രണയമാണ് വിഷയം. ഒരു രാജ്യത്തിന് വേണ്ടി വിഷം കുത്തിവെച്ചിട്ട് ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് കടത്തിവിടുകയും അവനെ മനുഷ്യബോംബാക്കുകയും അവിടെ പോയിട്ട് ഒരുപാട് ജനങ്ങളെ കൊല്ലുകയും എന്തുപോലെ നീ ചെയ്തു. അങ്ങനെ വിടുന്നു. ഇത് പ്രണയത്തിന് വേണ്ടി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ ആലോചിക്കണേ. അതല്ല, അത് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു വലിയ സബ്ജക്റ്റാണ്. പിന്നെ രാജ്യസ്നേഹം വേറൊരു സബ്ജക്റ്റാണ്. അപ്പോൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കുക, നമ്മുടെ നിയമങ്ങളെ അംഗീകരിക്കുക, ഇതൊരു സബ്ജക്റ്റാണ്. ഇത് മൂന്നും വരുമ്പോൾ നമ്മളൊരു മാതാപിതാവ് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന സംസ്കാരം, ആ കുട്ടിയുടെ പ്രവർത്തനം കാണുമ്പോൾ അറിയും അവരുടെ ഏത് ഫാമിലിയിൽ നിന്ന് ആ കുട്ടി വന്നത്. ഇല്ലേ? സ്വാഭാവികമായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഈ കൾച്ചറിൽ അത് വന്നതാണ്. പിന്നെ ഇത്രയും വലിയ മഹാരാജ്യമല്ലേ ഇത്, പല രീതിയിലുള്ള ആൾക്കാരും പല കാര്യങ്ങളും. പക്ഷെ എന്നാലും ഗവൺമെൻറ് പല കാര്യത്തിലും ഒന്നായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നീതിപീഠത്തിനോട് തന്നെ സമർപ്പിക്കുക, പിന്നെ മോർ എഡ്യൂക്കേറ്റഡ് ചെയ്യുക, ഇതൊക്കെ നടക്കുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളൊരു സ്റ്റഡി നടത്തിയപ്പോൾ നമ്മുടെ ഒരു ദിവസം, അതായത് പട്ടാളത്തിൽ ഏറ്റവും കൂടുതൽ വാർ കാഷ്വാലിറ്റീനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഈ നോർമൽ സിവിൽ കാഷ്വാലിറ്റി, അതായത് ലീവിന് പോയി കഴിഞ്ഞ ശേഷം മോട്ടോർ സൈക്കിളിൽ മരിച്ചു പോകുന്ന ജവാൻ. ഒരു ജവാനെ ട്രെയിൻ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു വലിയ സബ്ജക്റ്റാണത്. സത്യം ഇല്ലേ? അങ്ങനെ കണക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു മോട്ടോർ സൈക്കിൾ 2 വീലർ ആക്സിഡൻറ്റിൽ എത്ര പേര് മരിക്കുന്നുണ്ട്? ഒരു യുദ്ധത്തിന് സമാനമായ ആൾക്കാരും അതിന് പുറകെ ഇതില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഗവൺമെൻറ്റും അതിൻ്റെ തലപ്പത്തുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. റോഡുകൾ വലുതാകുന്നുണ്ട്, നമ്മളെ മോട്ടോർ വാഹന ഇത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വാഹനങ്ങൾ തമ്മിൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, ഒരു ആവേശം. നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ, സാധാരണ ഓവർടേക്ക് ചെയ്യുമ്പോൾ മറ്റവർക്ക് ഓവർടേക്ക് ചെയ്യണം എന്നാണ് റൂൾ പറയുന്നത്. പക്ഷേ ഇവൻ ആക്സിലേറ്റർ കൂട്ടുള്ളൂ, അവനൊരു രസമാണ്. എന്നെ തോപ്പിച്ച് ഇവൻ എന്തിനു പോകുന്നു. സത്യം. ആ ഒരു ആവേശം, നമ്മളവരുടെ ആവേശമൊക്കെ നല്ലതാണ്. ആവേശമൊക്കെ ആർമിയെ പോലെ പോലീസിലെ പോലുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്താണ് മറ്റുള്ളവർ കയറാതെ നോക്കുക അതുള്ള അപ്പോൾ ആവേശം. അങ്ങനെ ഇപ്പോൾ ഏത് വർഷമാണ് നമ്മൾ ആർമിയിൽ നിന്ന് തിരിച്ച്? ഞാൻ 23 ജനുവരിയിൽ 2023 ജനുവരിയിൽ അങ്ങനെ ആർമിയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തി. ഫാമിലിയായിട്ട് സ്വസ്ഥം സുഖമായിട്ട് മുന്നോട്ട്. അല്ല, വീട്ടിലെത്തിയപ്പോൾ എൻ്റെ വൈഫ് ശ്രീമതി അദ്ദേഹം പറഞ്ഞ ഇന്ന് മുതൽ അവിടെ വീട്ടിൽ വന്നല്ലോ, അപ്പോൾ അവിടുന്ന് നിങ്ങളവിടുത്തെ ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണെന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ചിരി വന്ന് സങ്കടം വന്ന് മറ്റുള്ള കാര്യങ്ങൾ വന്നു. സങ്കടമല്ല, എനിക്കൊരു ആശ്ചര്യം വന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാണ്, നിങ്ങൾ ഇവിടുന്ന് 18 വയസ്സും 18 ദിവസവും കഴിഞ്ഞ് പോയതാണ്. അത് കഴിഞ്ഞ ശേഷം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 18 വയസ്സും 19 ദിവസവും അല്ലെങ്കിൽ 20 ദിവസം ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ലോകത്തിനെ പറ്റി അറിയില്ല. ഏതാ ഈ 34 വർഷം നിങ്ങൾ ഭയങ്കര സാഹസ്യമായ കാര്യങ്ങളും ഇപ്പോൾ യുണൈറ്റഡ് നേഷനിൽ പോയി വലിയ ഇൻ്റർനാഷണൽ കാര്യങ്ങളും ഒക്കെ ചെയ്ത്, മിനിസ്ട്രിയിൽ ഞാൻ കുറേ നാളുണ്ടായിരുന്നു. എവിടെയാണ്? സൗത്ത് ബ്ലോക്കിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ 2 പ്രൈം മിനിസ്റ്ററിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ബാലനാണെന്ന് പറഞ്ഞത്, അതിൽ എനിക്കത് കുറച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. മനസ്സിലായി. വാസ്തവത്തിൽ എൻ്റെ മകനേക്കാളും ഇളയതാണ് ഞാൻ. അവൻ എന്നെക്കാളും കൂടുതൽ ലോകപരിചയമുണ്ട്, കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതൊരു സബ്ജക്റ്റാണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജനങ്ങളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം,
നമ്മുടെ ഈ പരിചയം, നമ്മുടെ ഈ എക്സ്പീരിയൻസ്, നമ്മൾ ഈ ജനങ്ങളുടെ മനസ്സിൽ അറിയാത്തതും എന്നാൽ നമ്മൾ അനുഭവിച്ചതുമായ വൈകാരിക ഭാവങ്ങളെ ഒരു കറക്റ്റ് മൂല്യത്തോടു കൂടി ജനങ്ങളിൽ എത്തിക്കണം, പുതിയ തലമുറയിൽ അത് അറിയിക്കണം. അതെങ്ങനെ സാധിക്കും എന്നുള്ളൊരു ഓപ്ഷൻ ഇരിക്കുമ്പോഴാണ് ഈ ലൈഫിന് വേറൊരു മാറ്റം വരുന്നത്. അതിലേക്ക് എങ്ങനെ എത്തി? അതൊരു യാദൃച്ഛികമായിട്ടുള്ള ഒരു വരവായിരുന്നോ, അല്ലെങ്കിൽ? യാദൃച്ഛികമായിട്ടൊന്നും പറയാനൊക്കത്തില്ല. ജീവിതത്തിൻ്റെ ഞാനെപ്പോഴും ഒരു ആക്റ്റീവായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എപ്പോഴും പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സോഷ്യൽ വർക്കൊക്കെ ചെയ്തിരുന്നു. ചെറിയ നാടകങ്ങൾ, നമ്മുടെ വയോജന വിദ്യാഭ്യാസമൊക്കെ വളർന്നു വരുന്ന സമയമായിരുന്നു. അന്നൊക്കെ അതിനകത്ത് പോകേണ്ടി വന്നു. അപ്പോൾ അത് ആ ഒരു കലാഭാവം മനസ്സിനകത്ത് കിടപ്പുണ്ട്. പിന്നെ 94 95 ബോർഡർ പിക്ചർ നടക്കുമ്പോൾ എൻ്റെ യൂണിറ്റിൽ നിന്ന് 2-3 പേര് പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെയുള്ളവർ. ആ പിക്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി. ബോർഡർ പിക്ചർ 97 റിലീസായെന്ന് തോന്നുന്നു, 94 എന്തോ അതിൻ്റെ ഷൂട്ടിങ് നടന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചെറിയ ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ. പിന്നെ അത് വരും. പിന്നെ ഈ കഥകളും കാര്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുമല്ലോ, ഇവന് വേറെ പണിയൊന്നുമില്ല, ഇവിടെ ഒരുപാട് പേര് പറയാനുണ്ട് കഥകൾ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ജനങ്ങളുമായിട്ട് സംവാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മീഡിയ എന്ന് പറയുന്നത് സിനിമ തന്നെയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു മീഡിയയിൽ വരുമ്പോഴാണ് യാദൃച്ഛികമായിട്ടെന്ന് പറയാം, അതല്ലെങ്കിൽ എനിക്കിങ്ങനത്തെ ഒരു ആഗ്രഹം ഉള്ളത് എവിടെയെങ്കിലും അവതരിപ്പിച്ചിരുന്നു. ആ ഒരു വരവ് രഘുറാം എന്ന് പറഞ്ഞ മൂവിയിലേക്ക്, അതാണ് ഈ എൻ്റെ ഈ ആവേശം, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഈ സിനിമാ ഫീൽഡിനെ പറ്റി പറയുമ്പോൾ ഇതൊരു ഭയങ്കര, ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഇത് അതിഭയങ്കര വിശാലമായ ഒരു ഇൻഡസ്ട്രിയാണ്. അതായത് പാരലൽ ഒരു നല്ല ഇത് ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ഒരു ഇതും കൂടിയാണ്. ഒരുപാട് പേര് ഇതിനെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞ് എൻ്റെ ഈ ആഗ്രഹം ഞാൻ ചില പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു. ഞാൻ ചെറുതായിട്ടൊക്കെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു ദിവസം യാദൃച്ഛികമായിട്ട്, അവിടെയാണ് യാദൃച്ഛികം വന്നത്. അവിടെ യാദൃച്ഛികമായിട്ട് സൈനു ചാവക്കാടൻ എന്ന് പറഞ്ഞ ആൾ എൻ്റെ വീട്ടിൽ വന്നു. നോ പ്രീവിയസ് അപ്പോയിൻമെൻറ്റ് ഒന്നുമില്ല. എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്ന ശേഷം അദ്ദേഹം ഇൻട്രൊഡ്യൂസ്, ഞാൻ അദ്ദേഹത്തിനെ അവിടെ വെച്ചാൽ കാണുന്നത്. ശരി. അപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫും. പിന്നെ അപ്പോൾ സബ്ജക്റ്റ് അതല്ലല്ലോ. അദ്ദേഹം വന്ന ശേഷം എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കതിൽ സ്വാഭാവികമായിട്ട് താല്പര്യം തോന്നിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും വർഷത്തെ വികാരങ്ങളും ഇതുമൊക്കെ എൻ്റെ ഉൾക്കൊള്ളുന്ന ഈ സാധനം ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരാളും എൻ്റെ ആവേശങ്ങളും കൂടെ ഉൾക്കൊള്ളണമല്ലോ. സാറിപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളും കേൾക്കണല്ലോ. അല്ല നിങ്ങൾ പറയണ മാത്രം ചിലവാക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുക. നമ്മുടെ ഏണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മലകളുടെയും ഈ -46-ൻ്റെയൊക്കെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കേട്ടിരിക്കുന്നത് കൂടുതലും നെഗറ്റീവാണ്. ഇതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ വലിയ ഇതാണ്, ഇതിനകത്ത് ഒരുപാട് പേര് പോസിറ്റീവ് അല്ല എന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കുകയും, അപ്പോൾ ഇദ്ദേഹം രഘുറാമിൻ്റെ കഥ പറയാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനൊരു സാറ്, അപ്പോൾ രഘുറാം എന്ന് പറയുമ്പോൾ ഞാനോർത്ത് ഇത് സാധാരണ ഫീൽഡിൽ ഇങ്ങനെ രഘുറാം എന്ന് പറഞ്ഞിട്ട് ഈ ആരെയും പേര് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ രഘുറാം എന്ന്, അപ്പോൾ ഞാൻ രണ്ടാമത് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ രഘുറാം എന്ന് പറയുന്നത് സിനിമയുടെ പേരാണോ അതോ? അപ്പോൾ പറഞ്ഞ് രഘുറാം എന്നുള്ളത് സിനിമയുടെ പേരാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കഥകൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ സൈനു ചാവക്കാടൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന് ഈ അവതരണശേഷി ഭയങ്കരമാണ്. അദ്ദേഹം ശരിക്കും ആക്ട് ചെയ്ത് കാണിക്കും ആ കഥ. അപ്പോൾ അതിനകത്ത് ഞാൻ അദ്ദേഹത്തിനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ കഥ പറച്ചിലിൽ മുഴുകി പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ആന്തരിക മനസ്സുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം വല്ല ട്രാപ്പാണോന്നും കൂടെ അറിയണ്ടേ ഇല്ലേ ഈ അവതരണ കല എങ്ങനെയുള്ളത്. അപ്പം അതിൻ്റെ കഥകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കഥയിൽ ഒരു വളരെ മാറ്റങ്ങൾ, ഞാൻ പറയുന്ന കഥകളുമായിട്ടൊക്കെ എന്തൊക്കെയോ സാമ്യമുള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിനകത്ത് ഒരു പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾ, ഞാനെപ്പോഴും ലോജിക്കലായിട്ട് കുറച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഒരു കൂട്ടം ധ്രുവ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 5-6 കുട്ടികൾ, അവർക്ക് കോളേജിൽ കൊടുത്ത ഒരു പ്രൊജക്റ്റ്, അവിടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ എഡ്യൂക്കേഷനിൽ കുട്ടികളിൽ ഇത്രയും മൂവ്മെൻറ്റ് നടക്കാൻ പറ്റുന്നു എന്നൊരു കാര്യം വരുന്നുണ്ട് ഇല്ലേ, പ്രാക്ടിക്കലാവുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, അവരതിനെ സെർച്ച് ചെയ്ത് ഈ സൗത്ത് ഇന്ത്യ, അതായത് കർണാടക, തമിഴ്നാട്, അതിൻ്റെ ബോർഡറിൽ ചെല്ലുന്നതായിട്ടും അവിടുത്തെ സംസ്കാരം, 3 സ്റ്റേറ്റിൻ്റെ സംസ്കാരം, അവിടുത്തെ ആൾക്കാരുടെ ജീവിത നിലവാരം, പിന്നെ അവർ എന്തിനൊക്കെ അഡിക്റ്റാണ്, എന്തിൽ നിന്നൊക്കെ അവർ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ നല്ലതിനോ ആയിട്ട് അവരെയൊക്കെ മാറ്റുമെന്നുള്ളൊരു കഥകൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രക്കിങ്ങും മലയും മേടും ഒക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇതിനെന്തൊക്കെയോ സാമ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് മുഴുവൻ കേൾക്കാൻ ഞാൻ അനുമതി കൊടുത്തു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ ഇരുന്നു
സൈനു ചാവക്കാടൻ പിന്നെ പോയി കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. കഥ മുഴുവൻ പറഞ്ഞു. ഇപ്പോൾ മുഴുവൻ കഥ പറയാൻ പറ്റത്തില്ല, അപ്പോൾ പിന്നെ നിങ്ങളാരും പടം കാണാൻ വരികയല്ലോ, പിന്നെ അതുകൊണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ചിന്തിച്ചു, പിന്നെ ഇദ്ദേഹത്തിനെ പറ്റി ഞാൻ പഠിച്ചു. അപ്പം അദ്ദേഹത്തിന് പണമോ ധനമോ ഒന്നുമല്ല, അതിൽ കൂടുതലും വർക്കിനോടുള്ള, അതായത് ഈ സാധനം പുള്ളിയിലിരിക്കുന്ന കല, സ്കില്ല്, പുള്ളി അതിൽ ഫോക്കസ്ഡ് മാനാൻ തോന്നി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ സഹായിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ, ഇത് നമുക്കിത് ചെയ്യുന്നത്. അപ്പം അതുമല്ല, എല്ലാ കാര്യത്തിലും പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയപ്പം ഏകദേശം നമ്മളുമായിട്ട് സൂട്ടായി. പിന്നെ ഞാൻ സെലസ്റ്റിയ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തുമായിട്ട് തന്നെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു സെലസ്റ്റിയ എന്നുള്ള ഒരു ബാനർ ഞാൻ ബുക്ക് ചെയ്തു. അതിനെപ്പറ്റിയുള്ള ഞാൻ ആ സമയത്ത് പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് ഫിലിമിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ നീന്താൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യുന്നു, അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ചൊരു പുതിയ ഫീൽഡാണ്. എനിക്ക് ഐഡിയയും കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പം എനിക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ എററും ഉണ്ടാവും. എന്താ വെച്ചാൽ ജനങ്ങളുമായിട്ട് പറയുമ്പോൾ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമല്ലോ, അതിനെ പിടിക്കാമല്ലോ. ഇവിടെ ഈ വ്യവസായം ഇത് ഒരു സംസാരം ഒരു വ്യവസായമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് അവിടെ പോയത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ സെലസ്റ്റിയ എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഫിലിം ചേംബറിൽ പോയി രജിസ്റ്റർ ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്ത് GST എടുത്തു. ബാക്കിയുള്ള പ്രൊസീജിയർ CA-കാരനെ വെച്ചു, അഡ്വക്കേറ്റിനെ വെച്ചു, എല്ലാം ലീഗലായിട്ട് ചെയ്ത ശേഷം പിന്നെയാണ് ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാനിങ്ങനെ ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പിന്നെ അല്ല, ഫിലിം ചേംബറിൽ പോകാൻ നേരത്തെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം കൂടെ വന്നു. എന്ന് വെച്ചാൽ അവിടെ ഫിലിം രണ്ടുപേരും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോയി. അപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. എല്ലായിടത്തും നല്ല ഗൈഡൻസ് തന്നായിരുന്നു ആ സമയത്ത് ഓരോന്നിനും. അപ്പോൾ അങ്ങനെ വന്നാണ് നമ്മൾ ഇതങ്ങ് തുടങ്ങിയത്. അങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് സൈനു ചാവക്കാടിൻ്റെ അടുത്ത് എത്തിയത്. അതൊരു പ്രൊഡ്യൂസറായിട്ട്. ശരി അല്ലേ? പിന്നെ എങ്ങനെ ഇത്ര ആക്ടറായിട്ട് വന്നത്? ആക്ടർ നമ്മുടെ മനസ്സിൽ ഈ മേൽ പറഞ്ഞ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ട്രാൻസ്ഫോം ചെയ്ത് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അത് രണ്ടും കൂടെ ഏകദേശം ക്ലാഷായി നല്ല രീതിയിൽ വന്നു. അപ്പോൾ ചിലപ്പോൾ അഭിനയിക്കുന്ന കൂടെ ഉള്ളവർക്കൊക്കെ ചിലപ്പം ഇതൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി റഫാന്നാണ് പറയുന്നത് പൊതുവെ. അതായത് നമുക്ക് ആക്ടിങ് കുറച്ചേ അറിയാവുള്ളൂ, 20% അറിയൂ. അതൊരു പ്രശ്നമാണ്. നമ്മളൊരാളെ കയറി പിടിക്കുമ്പോൾ അത് ഒറിജിനാലിറ്റി ആവും. അപ്പോൾ അത് പറയും, സാറ് ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ഇതൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് പിക്കവർ ആവുമെന്നുള്ളതാണ് നമ്മുടെ. രഘുറാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കാരണം ഞാനിതിപ്പോൾ ഒരുപാട് പേര് രഘുറാമിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ക്യാപ്റ്റൻ ആ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ രഘുറാമിൻ്റെ ഒരു പ്രൊമോഷൻ ടീം എന്ന് പറയാം, ഞാൻ ഇപ്പോൾ കാരണം നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാവരെയും നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഡയറക്ടർ തുടങ്ങി ആർട്ടിസ്റ്റ് വരെ ഇപ്പോൾ പ്രൊഡ്യൂസറുമായി. അപ്പോൾ അവരുടെ അഭിപ്രായം എന്താ പറഞ്ഞത്? അല്ല, അവരുടെയൊക്കെ അഭിപ്രായം വേറെ മോശമായിട്ടുള്ള അഭിപ്രായം എനിക്ക് വന്നിട്ടില്ല. കാരണം എല്ലാവരും നല്ല എന്തുകൊണ്ടിട്ടും പക്കാ ഒരു സെറ്റാണ്, എല്ലാവരും വളരെ കോപ്പറേറ്റ് ചെയ്ത് പോയേക്കുന്ന ഒരു സെറ്റാണെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു പ്രൊഡ്യൂസർ എന്ന നിലയിൽ, നോട്ട് ആൻ ആക്ടർ, പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആദ്യമേ തന്നെ ഞാൻ സൈനു ചാവക്കാടനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് നമ്മുടെ ഒരു ഉപജീവന മാർഗമാണല്ലോ പ്രധാനമായിട്ടും. രണ്ടാമത്തെ കാര്യം, ഒരുപാട് മെസ്സേജുകൾ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് തെറ്റ് വരാൻ പാടില്ല, തെറ്റ് മെസ്സേജ് കയറാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, ലക്ഷ്യവും അത് നമ്മൾ പ്രാവർത്തികമാക്കാനുള്ള കഴിവ് അത് കറക്റ്റായി വേണം. അപ്പോൾ ഇതിന് യാഥാർത്ഥ്യം വന്നെങ്കിൽ ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യം 34 വർഷം ഇത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ പകുതി കൂടുതലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സിനിമയിലെ ബാക്കി ലൊക്കേഷനെ പറ്റി ഞാൻ കുറച്ച് കേട്ടറിഞ്ഞു, സത്യമാണോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു, ഞാൻ സൈനുജി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, സൈനുജി, ഇതിൽ നമുക്ക് കുറച്ച് കാര്യമായ വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ സൈനുജിയായിട്ട് ചർച്ച ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറ് തുറന്ന് സംസാരിച്ചോളാം. എന്നോട് കംപ്ലീറ്റ് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ സൈറ്റിൽ വരുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ, ആക്ടറല്ല, ഞാൻ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ആഹാരം തന്നെ താഴെയുള്ള ഒരു ആർട്ടിസ്റ്റിനോട് കൊടുക്കും. അല്ലാതെ ഒരാളവിടെ ഇരുന്ന് കരിക്ക് പിടിക്കും, ഒരാളവിടെ ഇരുന്ന് അൽഫാം കഴിക്കും, നമുക്ക് എല്ലാവരും തൊഴിൽ. ഇതിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ ഹീറോ. ആരാണ്? സൈറ്റിൽ. അത് ഡയറക്ടർ മാത്രമേ. ഡയറക്ടറിൻ്റെ അണ്ടറായിരിക്കണം കംപ്ലീറ്റ്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർ മതി. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന സാധനം ഒരു ദിവ്യ സാധനം ഞാൻ കരുതുന്നത്, അതിനൊരു പവിത്രതയുണ്ട്. ആ പവിത്രത ഞാൻ കീപ്പ് ചെയ്യുന്നു. സിനിമാ ലോകത്തിന് ഒരുപാട് പേരുടെ
അത്യാധ്വാനത്തിന് ശേഷമാണ് സിനിമാ ഫീൽഡ് ഇത്രയും വലുതായത്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ അപ്പോൾ അവരെന്തോരം സാക്രിഫൈസ്, എത്ര ത്യാഗം ചെയ്ത് കാണും. അപ്പോൾ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ കലാകാരൻ ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഈക്വൽ ആയിരിക്കും. എന്ത് സാധനം കിട്ടുന്ന എല്ലാവർക്കും സ്റ്റാൻഡേർഡ് സാധനം കൊടുക്കുക. പാടത്ത് പണി, വരമ്പത്ത് കൂലി, ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കൂലി കൊടുക്കുക. ആരെയും വച്ച് വയ്ക്കുക. എനിക്ക് എൻ്റെ അറിവിൽ അദ്ദേഹം അത് ഡീറ്റെയിലായിട്ട് ചെയ്യുന്നു, അദ്ദേഹം തന്നെ ചെയ്യുന്നത്. അത് അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിരിക്കും. പിന്നെ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിനകത്ത് ഒരു ഏകദേശം 600 മുതൽ 1000 ആൾക്കാർ വരുമെന്ന് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ കണക്കും പ്രകാരം. ഇതിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് ഈ പടത്തിനകത്ത് ഈ 1000 പേർക്ക് ഇവരുടെ വീട്ടിൽ ഒരു സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ 1 കിലോ അരി എൻ്റെ പൈസ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലും വലിയ സന്തോഷമാണ്. സത്യം ഇല്ലേ? സത്യം. അത് സൈൻ വെച്ചവക്കണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ അതൊരു ഇമോഷണലായിട്ട് വരും. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അത്രയും നല്ലൊരു പുണ്യം ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഞാൻ എന്തിനു പിന്നോട്ട് നിൽക്കണം? അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത്രയും പവിത്രതയോടു കൂടിയാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത്. ജനങ്ങളെങ്ങനെ അതിനെ നോക്കിക്കാണുക എന്നുള്ളത് അത് വേറെ വിഷയം. പക്ഷേ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാം സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫസ്റ്റത്തെ ഒരു മൂവി എക്സ്പീരിയൻസ് ആണ്. രഘുറാം എന്തായാലും അടുത്ത് തന്നെ റിലീസിലേക്ക് അടുത്തുകൊണ്ടിരിക്കണേന് നെക്സ്റ്റ് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? അടുത്തത് രഘുറാമിൻ്റെ രീതിയിൽ പോയി ഞങ്ങളുടെ ടീം ഏകദേശം സെറ്റായി. ഇതിനകത്ത് എന്തെങ്കിലും കുറവുള്ളവരെയൊക്കെ നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്തവരെ നമ്മളങ്ങ് മാറ്റി നിർത്തി, അല്ലെങ്കിൽ അവർ നമ്മളോട് ചേരേണ്ടെന്നുള്ളത് നമ്മൾ സൗഹൃദമായിട്ട് തന്നെ അങ്ങ് മാറി നിർത്തി. പിന്നെ സൈറ്റിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, സൈനുജി നിങ്ങൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യൂ, അതല്ലാത്ത എൻ്റെ അടുത്ത് വിട്ടേക്കുക. എനിക്കൊരു നല്ല കഴിവുണ്ട്, നിങ്ങൾ എന്ത് ആഗ്രഹിക്കണോ ആ രീതിയിൽ തന്നെ തിരിച്ചു തരാനായിട്ട്. അപ്പോൾ പിന്നെ ആ രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൈറ്റിൽ അതായത് നമ്മൾ ചെയ്യുന്ന ലൊക്കേഷനിലെ സ്ത്രീ, കുട്ടികൾ, യുവാക്കൾ, ഇവർക്കൊക്കെ വ്യക്തിപരമായിട്ടുള്ള അവരുടേതായ റെസ്പെക്റ്റ് കിട്ടണം. അപ്പോൾ മറ്റുള്ള മാലിന്യങ്ങളൊക്കെ മാറിക്കോളുമല്ലോ. അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് പോകുന്നു. ഞാൻ വളരെ കൂളായിട്ട് വരുന്നു, കൂളായിട്ട് പോകുന്നു. അതൊക്കെ അദ്ദേഹം വളരെ ഭയങ്കരമായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു കാളവണ്ടി പോലെയാണ്. ഞങ്ങൾ രണ്ടുപേരും മുമ്പിൽ നിന്ന് വലിക്കണം, ഈ സാധനം പതുക്കെ കയറിക്കൊണ്ടിരിക്കണം. ഇതാണ് യഥാർത്ഥ ഇതിൻ്റെ ഇത്. പിന്നെ പുതിയ പടം എന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ഇച്ചിരി എക്സ്പെൻസീവാണ്. പക്ഷേ എന്നാലും ഞാനത് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ അതിൻ്റെ പൂജ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കണം ഈ ഡിസംബർ 26-ന് ഇതിൻ്റെ പ്രൊമോഷനോടൊപ്പം തന്നെ ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് അസ്ഥിക്കാരി എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അത് ഒരു ഇതിൻ്റെയോടൊപ്പം തന്നെ പോകുന്ന ഒരു ശുഭജീവനമായിട്ട് പോകുന്നു. എല്ലാവരുടെയും തീർച്ചയായിട്ടും ഞങ്ങളോടും എല്ലാവരോടും പറയുക. നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ഒരുപാട്, ഞാനും ഇപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് നമ്മളിലൂടെ പുതിയ ആളുകൾ അറിയപ്പെടുകയും അവർക്ക് ഒരു പ്രമോഷൻ കൊടുക്കുകയും ചെയ്യുന്നൊരു ചാനലാണ് നമ്മുടെ ചാനൽ. കാരണം ഭയങ്കര ഹൈപ്പുള്ള ആൾക്കാരെ മാത്രമല്ല നമ്മൾ കൊണ്ടുവരുന്നത്, സാധാരണക്കാരായിട്ടൊരു നമ്മുടെ ചാനലിൽ വന്നവർ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അവർ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഇവിടെ വന്നേക്കുന്ന ഒരു 99% ആളുകളും ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൂടെ. അത് നല്ലൊരു കാര്യമല്ലേ? അത് ഞങ്ങളെ സംബന്ധിച്ച്, കാരണം അവരിതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ അത് അപ്രീസിയേബിളാണ്. ഇതേപോലെ ആൾക്കാരെ നമ്മൾ ഇപ്പം ഞാൻ ഇവിടെ ഈ 2 വർഷത്തിനിടയിൽ ഞാൻ കാണുമ്പോൾ പല കുട്ടികളും യുവാക്കളും സ്കിൽഡാണ്, പക്ഷെ അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല, അവർ ചേരാൻ പറ്റത്തില്ല. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വന്ന് സിനിമയാക്കാൻ പറഞ്ഞാൽ നമ്മളെങ്ങനെ ആക്കുക? അവന് എക്സ്പീരിയൻസ് ഇല്ല പ്രീവിയസ്. പക്ഷേ ഈ സൈനു ചാവക്കാടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഇപ്പോൾ നിങ്ങളുടെ ചാനൽ ചെയ്യുന്ന പോലെ തന്നെ ഇദ്ദേഹം ഈ ആൾക്കാരെയൊക്കെ ടെസ്റ്റ് ചെയ്യണം. സത്യം. അപ്പോൾ എന്നോട് പറയും കേട്ടോ, സാർ ഇങ്ങനെ ഒരു പുതിയ കഥാപാത്രം. ഞാൻ പിന്നെ ചോദിക്കാറില്ല, എന്ന് വെച്ചാൽ എനിക്കറിയാം പുള്ളിയുടെ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ തമ്മിൽ നല്ല ലോജിക്ക് കറക്റ്റ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് കറക്റ്റായിട്ട് നമുക്ക് പിന്നെ എല്ലാം സത്യസന്ധമായിരിക്കണം, ക്ലാരിറ്റി ആയിരിക്കും, ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അത് വേണം. അതിൻ്റെ ഫലം കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും സാറേ, അതുപോലെ തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ വേറെ ഇപ്പോൾ ആദ്യം ചോദിച്ചതിന് ഉത്തരം കൂടെ പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സെറ്റ്
ഓരോ ഞാൻ വെറുതെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ഇവരെല്ലാം അവരുടെ സെറ്റായിട്ടാണ് കണക്കാക്കണം. എൻ്റെ അല്ലെങ്കിൽ ക്യാപ്റ്റൻ വിനോദിൻ്റെയോ അല്ലെങ്കിൽ സൈനോ ചാവക്കാടിൻ്റെ സെറ്റല്ല, ഈ ഞങ്ങളുടെ സെറ്റ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിൻസിയറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഫീല്. അതിൻ്റെ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഞാൻ രാവിലെ എനിക്ക് കോൾ വന്ന് തലേദിവസം എന്ത് പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ 8:30 മണിക്ക് എത്തണം. രാവിലെയാണോ വിളിച്ചത് എനിക്കൊരു ഓർമ്മയില്ല. രാവിലെ 8 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. 8:30 മണിക്ക് ഞാൻ വൈഫിനെയും വിളിച്ച് ലൊക്കേഷനിലെത്തി. ഞാൻ ഡയറക്ടറെ വിളിച്ചു, എന്തായി വരില്ല. അപ്പോൾ 9:30 മണിക്ക് ഇദ്ദേഹത്തിനൊരു 9:10 മണിക്ക് എന്തൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ഒരു ഡോക്ടറായിട്ട് വരാപ്പുഴയിൽ. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് വിട്ടു കൊടുത്തിട്ട് എനിക്ക് പോരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ ഊബറിന് വല്ലതും ലൊക്കേഷനിലേക്ക് വന്നോളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് എടുക്കുകയുള്ളൂ. അത് ഞാനും കൂടി പോയിരുന്ന് അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് വരാം. 8:30 മണി കഴിഞ്ഞു, 9:30 മണി കഴിഞ്ഞു, മണി 10 ഞാൻ വിളിച്ചു. 10 ഞാൻ വിളിച്ച്, വരുമോ നിങ്ങളവിടെ നിൽക്കുക മനുഷ്യ, ആകെ 10 മിനിറ്റത്തെ കാര്യമുള്ളൂ, നിങ്ങൾക്ക് അപ്പം തന്നെ പോവാം എന്ന് പറഞ്ഞ് വന്ന്. പിന്നെ ഞാൻ വീട്ടിൽ 3:30 മണിക്ക് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ലൊക്കേഷനിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവരെ ഞാൻ കൊണ്ടുപോയി വിട്ട്, കൊച്ചിനെ വിളിച്ച് ഇവളെയും കൊണ്ടുപോയി വീട്ടിലേക്കിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരണം. വന്ന് ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് 2 ഇടിയും മേടിച്ച് എന്നെ അവിടെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടാണ് ഞാൻ അവിടുന്ന് പോണത്. ഞാൻ അവിടുന്ന് പോരുന്നത് അന്ന് 8 മണി രാത്രി 9 മണിക്ക് അന്ന് വീട്ടിൽ കയറുന്നത് വിട്ട. അതും എന്നെ വടിയാക്കിയിട്ടാണ് വിട്ടേക്കുന്നത്. ഷൂട്ട് ചെയ്ത് എന്നെ കൊന്നു ക്യാപ്റ്റൻ, എന്നിട്ടാണ് ഞാൻ പോണത്. ഇതാണ് അവസ്ഥ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് സൈനുഖാന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു കാരണം പുള്ളി എന്താണോ നമുക്ക് തരുന്നത് അതാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഒന്നാമത്തെ കാര്യം ഒരു ആർത്തി എന്ന് പറഞ്ഞ സാധനം ഈ സാധാരണ മനുഷ്യന് പൈസ കാണുമ്പോൾ ആർത്തി ഉണ്ടാവും. ഈ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ എങ്ങും തേച്ച് കണ്ടിട്ടില്ല. ഒരു പൈസ വേണമെന്ന് ചോദിച്ചാൽ പോലും വേണ്ടെന്ന് പറയത്തില്ല. ഇങ്ങനെയുള്ള സത്യസന്ധരായ ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ വേറെ കുറേ കാര്യം എനിക്ക് പറയാനുണ്ട്. പക്ഷെ പുള്ളി അത് പറയരുതെന്ന് പറയുമ്പോൾ ഞാനത് പറയുന്നത് ശരിയല്ല. അത് മറ്റൊരു കാര്യം. അപ്പം അത് അവിടെ പിന്നെ ആക്റ്റീവ്നെസ് പുള്ളിയുടെ കണ്ടിട്ടില്ലേ? എവിടെയാണെങ്കിലും സൈനു ചാവക്കാടൻ അപ്പോൾ വെളിപ്പുറത്തെന്ന് പറഞ്ഞ പോലെ പുള്ളി അവിടെ കാണും. അതാണ് രാത്രി ഉറക്കമുണ്ടോ ഇല്ലയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം ദിലീപേട്ടൻ അറിയാം, ദിലീപേട്ടൻ്റെ അടുത്ത് ഇന്നും കൂടി ചോദിച്ച കാര്യമാണ്, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ചാനലിൻ്റെ ഓണർ, ഇതിൻ്റെ യഥാർത്ഥ ഓണർ സൈനു ചാവക്കാടനാണെന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ മാത്രം എടുത്ത് പ്രൊമോഷൻ ചെയ്യണം. പോകുന്നതിന് മുമ്പായിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി ഞങ്ങളുടെ ഡയറക്ടറിലേക്ക് കൊടുക്കണം. കാരണം നിങ്ങളുടെ സിനിമയാണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആ പരിപാടി ഇനി ഈ ചാനലിൽ അങ്ങനത്തെ ഒരു പരിപാടി നടക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നിട്ട് ഞങ്ങളത് ചെയ്യുള്ളൂ. ഇനി അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ആസ് എ ക്യാമറമാൻ എന്ന നിലയിൽ. കാരണം നമ്മൾ ഇങ്ങോരോ സിനിമ ഇങ്ങോരോ ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി ഒരു സിനിമ ചെയ്യുന്നത്, ഒരു പൈസ പോലും മേടിക്കാണ്ട് നമ്മളത് പ്രൊമോഷൻ ചെയ്യുന്നത്. ഡയറക്ടറോ ഒന്നും തന്നില്ല, ഇനി പ്രൊഡ്യൂസർ ബ്ലാങ്ക് ചെക്ക് ഇവിടെ കൊടുത്തിട്ട് പോയാൽ മതി. അതാണ് ആ ബ്ലാങ്ക് ചെക്കിൽ നമ്മൾ ചോദിച്ച് മേടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം ചോദിച്ചു മേടിച്ച പോലെ ആ ബ്ലാങ്ക് ചെക്കിൽ നമ്മൾ ഫ്രീ എന്ന് എഴുതി വയ്ക്കുകയാണ്. എന്നാലും അതല്ല മനുഷ്യൻ്റെ ആ നിങ്ങളുടെ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായത് മനസ്സ് എന്താ അതിന് പറയണത്, നമ്മുടെ ഒരു കാര്യത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇതുപോലെ നിങ്ങളെപ്പോലെ ഇപ്പോൾ പിന്നെ ചേട്ടനാണെങ്കിലും സൈനു ചാവക്കാടാണെങ്കിലും നിങ്ങളുടെ ഈ ഭാവമാണ് ഒരു വലിയ തലമുറ വലിച്ച് കയറ്റുന്നുണ്ട് നിങ്ങളറിയാതെ തന്നെ മുമ്പോട്ട് വരണം സാറേ. ഞാനൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ 2012 തുടങ്ങി ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്. മലയാള സിനിമയിൽ ഒട്ടുമിക്ക ഡയറക്ടറുടെ കൂടെ വർക്കും ചെയ്തിട്ടുണ്ട്. അത് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് എല്ലാ ഡയറക്ടർമാരുടെ നമ്പറും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മളാരെയും വിളിച്ച് മിസ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ടും ഈ അടുത്ത് എനിക്കൊരു ചീത്തപ്പേര് കേട്ടു. ആ 2 പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. ഒരാളൊരു ഡയറക്ടറാണ്, അയാൾ ഞാൻ അയാളെ ഇൻ്റർവ്യൂവിന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തേണ്ടതാണ്, വേറൊരു ആർട്ടിസ്റ്റും. ഈ 2 എണ്ണത്തിന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം നമുക്ക് അത്രയും ഇറിറ്റേഷൻ തരാൻ പാടില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ്. ഇപ്പൊ സാറിന് എന്ത് പൈസ മേടിച്ചിട്ടാണ് ഞാൻ സാറിന് പ്രൊമോഷൻ ചെയ്യുന്നത്. ഇവിടെ എല്ലാം കയ്യിൽ നിന്ന് നമുക്ക് ചെലവ് തന്നെയാണ്. ക്യാമറ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും അപ്പൊ എന്നിട്ട് പോലും നമ്മളെന്താണ് നമ്മളൊരു എഫിഷ്യൻസി എന്ന് പറയുന്നത് അത് നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകും. അതല്ല, അത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഭയങ്കര പുണ്യമാണ്. ഇപ്പോൾ ഇനിയും ഞങ്ങളിപ്പോൾ പറഞ്ഞേക്കൊണ്ടിരിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ 26-ാം തീയതി നമുക്കൊന്ന് ഇതിൻ്റെ ഡയറക്ടർ സൈനു ചാവക്കാടൻ പറഞ്ഞത്, സച്ചിൻ നമുക്കൊന്ന് ഇരിക്കണം കേട്ടോ, അത് എങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ. അത് എപ്പോഴും എല്ലാ കാര്യത്തിനും പ്രീ പ്ലാൻ വേണം. നമ്മൾ സെലസ്റ്റയുടെ പ്രൊഡക്ഷനിൽ ചെയ്യുമ്പോൾ നമ്മളിത് സിസ്റ്റമാറ്റിക് സൈനു ചാവക്കാടൻ എന്നെ സംബന്ധിച്ച്
ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ആളാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് സിവിലുമായിട്ടുള്ള ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് വർക്ക് ചെയ്യാൻ കഴിയുള്ള ഒരു സൈനു ചാവക്കാടിനെ പോലുള്ള ഒരാൾ, ഇപ്പോൾ ചേട്ടനെ പോലുള്ള ഒരാൾ, ഏതാ നിങ്ങൾക്കൊന്നും പൈസ ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കളക്റ്റീവായിട്ട് ഈ പ്രൊഡക്റ്റ് അതിഭയങ്കരമായിട്ട് ഒരു സാധനമായിട്ട് മാറും. പ്രൊഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ആകുന്നത്. പിന്നെ നമ്മൾ ഒരു ലേബർ, അതായത് ഒരു ലേബറിനോ അല്ലെങ്കിൽ ലേബർ പോസ്റ്റോ അതല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ, ആ എംപ്ലോയിയൊക്കെ നമ്മുടെ കൂട്ടുകാരായിട്ടാണ് കണക്കുന്നത്. അവരെ ഞാനിപ്പോൾ പ്രൊഡ്യൂസർ, ഇപ്പോൾ മറ്റേ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു ഷൂട്ട് സൈറ്റ് കാണാൻ പോയപ്പോഴത്തേക്കും പ്രൊഡ്യൂസർ ഇങ്ങ് വരുന്നു. അപ്പോൾ എന്നാ അപ്പോഴാണ് അതുവരെ ഡയറക്ടർ കസേരയൊക്കെ ഇട്ടിരിക്കുക. ഈ പുള്ളിയെ കണ്ടപ്പോൾ ഒരു കുടയൊക്കെ വെച്ചിട്ട്, ഈ വലിയ മറ്റേ ലോട്ടറി വിൽക്കണ വലിയ കുടയൊക്കെ വെക്കുക, ബീച്ച് അംബ്രല്ല അതിനടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഓടി അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് വരുന്നു. അദ്ദേഹം വലിയ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വന്നു, അതും ഇതുമൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തിരിച്ചു പോയി. ഇതാണ് പ്രൊഡ്യൂസർ എന്നുള്ളൊരു സങ്കല്പം. അവിടെ മനസ്സിലായി. ഡയറക്ടർ എന്ന് പറഞ്ഞ സങ്കല്പം വേറെയാണ്. പക്ഷേ ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഇവിടെ വെച്ചാൽ നമ്മളെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ തന്നെ ശാപാട് എടുത്ത് കൊടുക്കണം, വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വെള്ളം കൊടുക്കണം. അപ്പോൾ ഇത് സേവനമാണല്ലോ ഈ പഞ്ചാബിൽ ഗുരുദ്വാരയിൽ ചെയ്യുന്ന സേവനങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് നമുക്ക് ഇതൊക്കെ വലിയ നമുക്ക് പൊതുജനങ്ങളെ സേവിക്കുക, അത് നമ്മളെക്കായാലും ആരും ഒരിക്കലും നമ്മളെക്കാളും താഴ്ന്നാന്ന് ചിന്തിക്കരുത്. മനസ്സിലായി. അപ്പോൾ അവൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക് കൂടും. നമ്മുടെ ക്വാളിറ്റി കുറയ്ക്കാതിരുന്നാൽ മതി. അപ്പോൾ അവൻ നമ്മുടെ ക്വാളിറ്റി വരും. ക്വാളിറ്റി വരുമ്പോൾ അധ്വാനിക്കുമ്പോൾ ചതി വഞ്ചന മറ്റുള്ളതില്ല എങ്കിൽ അവൻ സ്വാഭാവികമായിട്ടും അല്ലേ. അപ്പോൾ ഈ ചതി വഞ്ചന മറ്റുള്ള കാര്യങ്ങളില്ല, വ്യക്തമായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ, അധ്വാനം കൂടെ ഉണ്ടെങ്കിൽ, പിന്നെ ഒരു ചെറിയ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു നല്ല നില. ഞാനതാ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനോടും മറ്റവരോടും എന്നോട് സമ്മതിക്കാൻ പറയണം, നിൻ്റെ കയ്യിൽ കലയുണ്ട്, നീ സത്യസന്ധമായിട്ട് നീ ഏതിലാണ് വർക്ക് ചെയ്യണത് അതിൽ ഡെഡിക്കേറ്റ് ചെയ്യുക, നീ ഒരു ഫോക്കസ് ചെയ്യുക, നീ ആ ടാർഗറ്റ് വരെ എത്താനായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുക. നിന്നെ തന്നെത്താനെ തപ്പിപ്പിടിക്കാൻ ആൾ വരും. വെച്ചാൽ ഇവിടെ അങ്ങനത്തെ ഒരു സമൂഹമുണ്ട്. ഇവിടെ സൈനു ചാവക്കാടൻ എന്നുള്ള സമൂഹം അല്ലെങ്കിൽ സച്ചിൻ എന്നുള്ള സമൂഹം, ഇവരെന്നുള്ള ഒരുപാട് പേരുണ്ടാവും. ഇപ്പം നമ്മൾ അറിയുന്നത്രേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ ഇവൻ നമുക്ക് നാളെ നമ്മുടെ സമൂഹത്തിന് ഒരു അമൂല്യമായ ഒരു രത്നമായിട്ട് മാറും. അതെ. അപ്പോൾ അതിന് കാരണക്കാരാരാ? നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സാക്രിഫൈസ് ആണ്. അതാണ് ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്നത് ഇനിയും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്കും സിനിമാ ഫീൽഡിൽ സ്ഥിരമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി, അതിലൂടെ ഒരുപാട് നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കൂടെ JC സ്റ്റുഡിയോ ഞങ്ങളുടെ ഒരു കൊച്ചു സംരംഭമാണ്. നമ്മൾ ഒരുപാട് ആളുകളെ ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവരെയും പോലീസ് സേനയിലുള്ള ഒരു മാഡത്തിനെയും ഞാൻ ഇതിലൂടെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സൈന്യം ഒരു ക്യാപ്റ്റന് ആദ്യമായിട്ടാണ്. JC സ്റ്റുഡിയോനെ കുറിച്ച് സാറിന് എന്താണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങൾ സാറിനെ ബുദ്ധിമുട്ടിപ്പിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി തന്നെയാണ്. എന്താണ് സാറിൻ്റെ ഒരു ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഞങ്ങളായിട്ട്? തീർച്ചയായിട്ടും ഇന്നത്തെ എക്സ്പീരിയൻസ് അല്ല, ഞാൻ ഒരു 2 വാക്കുകൾ പുറകോട്ട് പോകുന്നു. നിങ്ങളുടെ ചാനൽ ഞാൻ യാദൃശ്യമായിട്ട് എൻ്റെ ഇതിനകത്ത് യൂട്യൂബ് നോക്കുമ്പോൾ കയറി വരികയും, അപ്പോൾ ജാൻവി സ്റ്റുഡിയോ എന്നല്ല എൻ്റെ പേര്, ജാൻവി ക്രിയേഷൻസ്. അപ്പോൾ JC സ്റ്റുഡിയോയെ പറ്റി ഇങ്ങനെ ഈ നമ്മുടെ രഘുറാമിൻ്റെ ഷൂട്ടിംഗ് വെച്ച് തന്നെ സൈനുജിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നമ്മുടെ വേണ്ടപ്പെട്ട ഫ്രണ്ടാണ്, അദ്ദേഹം ഇങ്ങനെ കണ്ടുപോകാൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇത് താങ്കളുടെ ക്വാളിറ്റികളൊക്കെ പറഞ്ഞിരുന്നു. ഇതേപോലെ ഒരു നിഷ്പക്ഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് രന്യ, അദ്ദേഹവും ഇതിനകത്ത് തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഏതായാലും നിങ്ങളെപ്പോലുള്ള ഗ്രേറ്റ് പേഴ്സൺസ് ആണ് ഇതേപോലെ സിനിമാ ഫീൽഡിനെയും ഏത് ഫീൽഡാണെങ്കിലും ഇതേപോലുള്ള ആൾക്കാരുടെ ഒരുപാട് സാക്രിഫൈസ്, അതാണ് ഈ ഒരു സിസ്റ്റത്തിനെ ഇത്രയും വലിയൊരു മഹത്തായ ഒരു സിനിമ എന്നൊരു ഫീൽഡിനെയും ഉയർത്തിക്കൊണ്ടുവരിക. അപ്പം നിങ്ങളുടെ ഈ അതിഭയങ്കരമായ ഈ സേവനം, ഞാൻ സേവനം എന്നേ പറയുള്ളൂ. ഞാൻ 34 വർഷം സേവനം ചെയ്ത ആളാണ്. ഇനി വീണ്ടും നമ്മുടെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുകയാണ് സിനിമയിലൂടെ. അപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കണ്ടതിലും പിന്നെ ഇന്നത്തെ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നിങ്ങളത് ഓഡിറ്റ് ചെയ്തതിലും വളരെ സന്തോഷവും, പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മമുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. പിന്നെ ഏതായാലും ഇതേപോലുള്ള പരിപാടികൾ ചെയ്ത് അപ്പോൾ സെലസ്റ്റിയ പ്രൊഡക്ഷൻ്റെ രഘുറാം എന്ന പടം ഈ ജനുവരിയിൽ നമ്മൾ റിലീസാക്കുകയാണ്. അപ്പോൾ അതിൽ ജാൻവി ക്രിയേഷൻസിൻ്റെ എല്ലാ ഉപഭോക്താക്കളും അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇതുവഴി പടങ്ങൾ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഈ വഴി ഒരുക്കി തന്ന
മിസ്റ്റർ സച്ചിൻ ഇതിൻ്റെ ഡയറക്ടർ, പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് രന്യാജി, പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാമറമാൻ, ഇവർക്കെല്ലാവരും ഞങ്ങളുടെ സെലസ്റ്റിയ പ്രൊഡക്ഷൻ്റെ പേരിലും രഘുറാമിൻ്റെ പേരിലും ക്യാപ്റ്റൻ വിനോദ് കുമാറും സൈനു ചാവക്കടൻ എൻ്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലും എല്ലാവിധ നന്ദിയും, പിന്നെ എല്ലാവിധ ഇനിയൊരു പുതിയ യുഗം നമുക്ക് നിങ്ങൾക്ക് വേണ്ടി തുടങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുവാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.